ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു, ഈവനിങ് വാക്ക്. അപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡ് നമ്മൾ ഓൾറെഡി പോയതാണ്. ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്. ബീച്ച് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ബീച്ചാണ് കേട്ടോ. മണലെല്ലാം ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കണ്ടുവരാം. ഷിബിയൊക്കെ അത് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടിയുമാണ് പോകുന്നത്. ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. തന്നെയും കൊണ്ട് നടക്കാൻ വയ്യാത്ത പെരിച്ചാഴി മഞ്ചിയും കൊണ്ട് നടക്കാന്നൊക്കെ പറയില്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. അത് കാണാത്തവര് കണ്ടോളൂ. ഇറങ്ങിക്ക. ഫോണും കീയൊക്കെ എടുത്തില്ലേ? ഫോണും കീയൊക്കെ ഉണ്ട്. പോവാ ബാക്കി ഇപ്പോൾ നമ്മുടെ ഹാർബർ വഴിയാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ അതേ പോണ വഴിക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം, ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ. പിന്നെ ഈ നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ഐലൻഡിലേക്കുള്ള വാട്ടർ സപ്ലൈ, കുടിവെള്ളത്തിൻ്റെ. ഇത് പല മുന്നേ നമ്മൾ പോയ ഐലൻഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഐലൻഡിലുള്ള ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഐലൻഡിലത്തെ ജയിലില്ല, പോലീസ് സ്റ്റേഷൻ. അതെ, RTL പോണു. 4:30 RTL വന്നിട്ട് പോണ ടൈമായിട്ടോ. എന്താ വെച്ചാലേ റോഡ് ഒരു രക്ഷയില്ല. റോഡ് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇങ്ങനെയാണ്. നല്ല റോഡാ. എല്ലാ ഐലൻഡിലൊന്നും ഇല്ല കേട്ടോ അത്. പിന്നെ ഇത് മിനറൽ വാട്ടർ ഇല്ലേ, അതിന്റെ എന്തോ ഒരു പ്ലാന്റ്, പാക്ക് ചെയ്യുന്ന എന്തോ ഒരു പ്ലാന്റ് ആണ്. ഇവിടുത്തെ ഹോസ്പിറ്റൽ ടച്ച് ഉണ്ടല്ലേ, ബിൽഡിംഗ് അല്ലേ. പിന്നെ ഇതിവിടെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ ആണ്. സ്കൂളല്ല, ലൈസൻസ് എടുക്കുന്നത്. 8 HH ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ റോഡിന്റെ എൻഡ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഈ ഒരു ഗ്യാപ്പ് കൂടി കയറാം. ഇപ്പൊ നമ്മുടെ ആ ബീച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ബീച്ചിന്റെ ഈ ഒരു എൻഡിലാണ് ഉള്ളത്. ഇവിടത്തെ കുറെ മരങ്ങളൊക്കെ. ഇത് എന്താ കാറ്റാടി മരല്ലേ ഇത്? നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ നാട്ടിലെ? ബീച്ച് സൈഡിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് മരം, കാറ്റാടി മരം അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ വലുത്. ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുന്ന് നമ്മുടെ ഇത് തുടങ്ങും, ബീച്ച് തുടങ്ങും. നല്ല ക്ലിയർ ആണ് കേട്ടോ. ഒന്ന് ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എവിടെ ഇരിക്കാൻ ഒരു 2 ഊഞ്ഞാലും, പിന്നെ ഇവിടെ എല്ലായിടത്തും കാണുന്ന ആ ഒരു സാധനം ജോളി പത്തി എന്ന് പറയും, അത് ഇട്ടിട്ടുണ്ട് ഒരു മരത്തിൻ്റെ ചോട്ടിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ തെങ്ങുകൾ നിൽക്കുന്ന ആ ഒരു ഏരിയ കണ്ടോ, അവിടെ മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല.
കടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മണലിട്ടിട്ട് നികത്തിയിട്ട് എന്ത് ചെയ്ത് അവിടെ അങ്ങനെ ഒരു ഐലൻഡ്, ചെറിയ ഒരു ഐലൻഡ് മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നല്ല, രണ്ടാണ്. നമ്മൾ ആ ഒരു അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനിടയിലൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ വലിയ ആഴൊന്നുമില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ബോട്ടല്ലേ? ഇവിടെ നീന്തലൊക്കെ പഠിക്കാൻ പറ്റണോ? നീന്തലൊക്കെ പഠിക്കാൻ പറ്റിയ ഏരിയാണിത്. ഇവിടെ അധികം ആഴല്ലടി, നല്ല ഏരിയ അല്ലേ. പിള്ളേരെ വരും ഇങ്ങോട്ട്, പിള്ളേരെ കൊടുത്തിട്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പിക്കും വരാല്ലേ? പിള്ളേർക്ക് പറ്റുമെങ്കിൽ കണക്കും വരാം. ഇതുവരെന്താ ചെയ്ത വെച്ചാലേ, ആദ്യം ഫുള്ള് മണല് കൊണ്ടുവന്നിട്ട് ബേസ് ഉണ്ടാക്കി. മണല് കൊണ്ടുവന്നിട്ടിട്ട് എന്ത് ചെയ്ത് അതില് ഈ പറഞ്ഞ പോലെ തെങ്ങുകള് ഒരു സൈഡിൽ നിന്ന് ആ തല വരെ തെങ്ങുകൾ വെച്ചിട്ട് സെറ്റാക്കി. ഒരു 2 വർഷം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ആയി കേട്ടോ. അവിടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ കല്ല് കണ്ടോ, അതിന്റെ അടിയിൽ ഇങ്ങനെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ ആ സ്ഥലത്ത് ആഴുണ്ടോന്ന് അറിയില്ല. പിന്നെ ചാടി കടന്ന് പോണ്ടേ. ഇനി എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ എല്ലാവർക്കും കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ, അതേപോലെ ഒരുമിച്ച് കുറച്ച് നേരം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങനെ ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓലയൊക്കെ മേഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നീന്തൽ പഠിക്കാൻ പിള്ളേർ വരും എന്ന് പറഞ്ഞില്ലേ, ചെറിയ പിള്ളേരൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കുളിക്കണമെങ്കിൽ, നല്ല വെള്ളത്തിൽ, ഉപ്പ് വെള്ളമല്ലേ, അത് കഴിഞ്ഞൊന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഷവറിൻ്റെ ഒരു ഇതുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ട് പാർക്കുണ്ട്. ഇവിടെ ഇനി എന്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഐലൻഡിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടുന്ന് കണ്ടപ്പോൾ ഇത് ഈ 2 മുതൽ അതുവരെ ഒറ്റൊരു ഐലൻഡായിട്ട് നമുക്ക് തോന്നിയത്. പക്ഷേ ഇത് കണ്ടോ, അതിൻ്റെ ഇടയിൽ സെപ്പറേഷൻ വരുന്നുണ്ട് കേട്ടോ. 2 ഐലൻഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ സെൻട്രലിലുള്ള ഏരിയ കുറച്ച് അത്യാവശ്യം ആഴമുണ്ട്. ഈ ബോട്ടുകളൊക്കെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻ്റെ കൂടെ ഇപ്പോൾ അവിടെ അതെ ഒരു JCBൻ്റെ ഒരു ബെൽറ്റുള്ള ഒരു സാധനം നിൽക്കുന്നുണ്ട്. അതിപ്പോഴും എന്തൊക്കെയാണ് അവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഐലൻഡിലേക്ക് എത്താനുള്ള വഴിയുണ്ട്. അതുപോലെ ഈ കല്ലിട്ട് വെച്ചിട്ടുള്ളത് അതും കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റോഡാക്കി മാറ്റാനുള്ള പരിപാടിയാണ്. എന്താണ് കാറ്റും കൊണ്ട് നിൽക്കണോ? അത് അവിടെ കളിച്ചു പോയിട്ട് അതാ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുമോ? അത് അവിടെ ABCD ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ ലെറ്റേഴ്സൊക്കെ. നടക്ക്, നമുക്ക് ആ എൻഡിൽ പോയി നോക്കാം. അവിടേക്ക് നടന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിന്റെ അടുത്തെത്താൻ പറ്റും. ഇത് പുളിമരം കാണിച്ചേ? ഇതോ? പുളിമരൊന്നല്ല, ഇവിടെ പുളിമരൊന്നും ഇല്ല. ഇവിടെ നന്നായിട്ട് മാറി. ഇങ്ങനെ നല്ലായിരുന്നു, ഫുള്ള് കാട് പിടിച്ച് കിടക്കായിരുന്നു. രസല്ലേ ഇത്? 2 ഐലൻഡ് അല്ലേ? പക്ഷെ ഇതറിയാത്ത ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോ അറിയൂല കേട്ടോ ഇത് ഉണ്ടാക്കിയാന്നുള്ളതേ. അവിടെ അങ്ങനെ ഒരു ഇത് ഉള്ളതായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഇത് എവിടെ ആഴുണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഡേഞ്ചർ ഡീപ്പ് വാട്ടർ, ഡേഞ്ചർ ഡീപ്പ് വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഏരിയയിൽ ആഴുണ്ടാവും. മീൻ പിടിക്കുന്നുണ്ടല്ലോ അവിടെ എല്ലാരും. ചൂണ്ടിടുന്നുണ്ട്. സൺസെറ്റ് പിന്നെ ഏത് ഐലൻഡിനെക്കാട്ടിലും അടിപൊളി നമ്മുടെ ഐലൻഡാ, ഒന്നും പറയാല്ല. അതെ, നമ്മൾ നടന്ന് ഇതിന്റെ മറ്റേ എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടെ നടന്നു നോക്കാം. അവിടെ കല്ലായതുകൊണ്ടേ നമുക്ക് നടന്നു പോകാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇതിൽ കൂടി നടന്നു നോക്കാം. അതുപോലെ തന്നെ ഈ റോഡും മണലിട്ടിട്ട് നികത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഐലൻഡ് ചെയ്ത അതേപോലെ തന്നെ
അപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടില്ല കേട്ടോ ഇത് പ്രൊജക്റ്റ്. അതായാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ ഇതെന്താണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഹാർബർ മോഡൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പാണ് തോന്നുന്നുണ്ട്. ഇവിടേക്ക് വണ്ടികൾക്കൊക്കെ വന്നു പോകാനും പിന്നെ ചിലപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവും ഈ റോഡും ഈ ഐലൻഡും തമ്മിൽ. പക്ഷെ എന്തായാലും വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നല്ലതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നല്ല വ്യൂ ആണ്. കണ്ടോ, ഇതിങ്ങനത്തെ വലിയ ചാക്കല്ലേ ഇത്, ചാക്ക് കിട്ടോ വലുത്. ഇങ്ങനത്തെ ഇതിലാണ് മണല് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇടുന്നത്. ഇത് കണ്ടോ ഇതിന്റെ വലിപ്പം, നമ്മളെ സാധാ ചാക്കിന്റെ ഒരു 10 ഇരട്ടി വലിപ്പം ഉണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലത്തെ ഇങ്ങനല്ലല്ലോ. ഇത് കണ്ടോ വേറൊരു മെറ്റീരിയലാ. പെറുക്കല് തുടങ്ങി. അതെന്താ? ശംഖ്. ഭംഗിയുണ്ടല്ലേ. ഓവർ വർക്ക് ഇല്ല ഇവമേ, ഏതോ പണി അറിയാവുന്ന ചെയ്താ. സിമ്പിളാ. ചിലത് ഡിസൈൻ ചെയ്ത് വെറുപ്പിച്ചിട്ടുണ്ടാവും, പല പാറ്റേൺ ഉണ്ടാവും. ഇത് ഡിസൈൻ ചെയ്യുന്നതാണോ? അതറിഞ്ഞൂടെ? ഡിസൈൻ അതിൻ്റെ ഉള്ളിലത്തെ ഞണ്ട് ചെയ്യുന്ന കളറ് ഏത് വേണമെന്നും ഏത് പാറ്റേൺ വേണമെന്നും ഒക്കെ. എന്തോന്നടേ പറ്റിച്ചതല്ലേ. അവിടെ ഞാൻ ഫോട്ടോ എടുത്തു തരാം, നല്ല രസമുണ്ട്. അപ്പോൾ അതെ നമ്മളൊരു ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങി കുറച്ച് ബീച്ച് കാഴ്ചകളും നല്ല ഒരു വൈബും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ലൊരു സൺസെറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി. നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.